നമസ്കാരം. വൈദ്യവിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പ്രധാനപ്പെട്ട വൈദ്യ കേന്ദ്രങ്ങളെ ചികിത്സയുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ സർക്കാർ. 10 കർമ്മ പരിപാടിയുടെ ഭാഗമാകാൻ വൈദ്യ കേന്ദ്രങ്ങൾ. വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ അവാർഡിന് അർഹമായ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. കൽപ്പകവാർഡി അവാർഡിനായി സ്ഥാപന മേധാവികൾ അത്യുഗ്രമായ മത്സരമാണ് നടത്തുന്നത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്ഥാപനത്തിന് മുഖം തേച്ചുമെനുക്കാൻ ഡോക്ടർമാർ പെടാപ്പാടുപെടുന്നു. മാടമ്പള്ളി GADയിലെ ഡോക്ടറെ സ്ഥാപനം വൃത്തിയാക്കുന്ന സമയത്ത് ബംഗാളി എന്ന് തെറ്റിദ്ധരിച്ച് സൂപ്പർവൈസർ വാർക്കപ്പണിക്കായി പിടിച്ചുകൊണ്ടുപോയി. GAD മാടമ്പള്ളിയിലെ ദൃശ്യങ്ങളിലേക്ക്. ഇവിടെ ആരുമില്ലേ? ഡോക്ടറെ, നേഴ്സേ, ഓടി വായോ, ഞാനിപ്പോ ചുമച്ച് ചാവേ. ഇവിടെ ആരുമില്ലേ? എന്തുവാണ് ഇവിടെ കിടന്ന് കാറുന്നത്? ഞങ്ങളിവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ? നിങ്ങളാരാ? ഞാൻ ഫാർമസിസ്റ്റ് കുസുമം. എന്റെ കുസുമം. താനെന്ത് വൃത്തിയോടെ ഈ പറയുന്നത്? ഒരാഴ്ച എന്റെ കുസുമം ചുമ തുടങ്ങിയിട്ട്. പരിശോധനയ്ക്ക് ഇവിടെ ആരുമില്ലേ എന്റെ കുസുമം? എടോ, ഞങ്ങളൊക്കെ ഉപഗ്രഹ ജീവികളാ. ഞങ്ങളുടെയൊക്കെ ജിയോ ലൊക്കേഷൻ ഫേസ് ആപ്പ് വഴി അങ്ങ് ഡൽഹിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആശുപത്രി അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ചുമച്ച അങ്ങ് ഡൽഹിയിലൊക്കെ കേൾക്കൂ. ഒന്ന് പോടാ അവിടുന്ന്. ഗൂഗിൾ ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇമേജ്, അരികെ, അകലെ, സാന്ത്വന, ഇനി എന്തോന്നാണ്? എടോ മൾട്ടിപർപ്പസേ, ആ ഏണിയുടെ മുകളിലെ 2 കോലങ്ങ് ശരിയാക്കി വെച്ചേക്കണം. ദിവസവും ഇങ്ങനെ ആഞ്ഞിൽ മരത്തിൽ ചാരി നിന്ന് ഫേസ് പഞ്ച് ചെയ്യേണ്ടതല്ലേ? ഇന്ന് മൂക്കൂത്തി വീണ് എൻ്റെ ഫേസിൽ പഞ്ച് കിട്ടേണ്ടതായിരുന്നു. മാഡം, കൂടുതൽ ഏണി ചാരേണ്ടി വരില്ല. അപകടകരമായ മരങ്ങൾ 11 മണിക്ക് മുമ്പ് മുറിക്കാൻ മെയിൽ വന്നിട്ടുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ 2 കൊമ്പ് മുറിച്ചിട്ട് ഗ്രൂപ്പിൽ അങ്ങ് ഫോട്ടോ ഇട്. GAD മാടമ്പള്ളി കട്ട് ദ ട്രീ സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് ഇട്. ഇന്ന് ഒരുപാട് പണിയുള്ളതാ. ഇത്തവണത്തെ കൽപ്പകവാടി അവാർഡ് നമ്മൾ വാങ്ങും. നീ ട്രെയിനിങ് ഹാൾ അറേഞ്ച് ചെയ്യും. ട്രെയിനിങ് കഴിഞ്ഞാൽ അസസ്മെന്റിന് ആൾ വരും. കേട്ടിട്ടില്ലേ? സാക്ഷാൽ പുല്ലാറ്റുപറമ്പൻ, തനി രാവണനാ, 10 തലയാ. ആഞ്ഞിലി മരമേ, അപകടത്തിൽ പെടുമേ. മാഡം, ഒരു പേഷ്യന്റ് മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. OP ടിക്കറ്റ് അടിക്കാൻ ആള് വന്നില്ല. അടുത്ത ആഴ്ച വരാൻ പറയട്ടെ മാഡം. വേണ്ട, മുഖം കാണിക്കാൻ വന്നതല്ലേ, അവന്റെ മുഖം ഒന്ന് കാണട്ടെ. ഡോക്ടറെ, ഒരാഴ്ച എൻ്റെ ഈ കുര തുടങ്ങിയിട്ട്. ഇതൊന്ന് മാറ്റി തരാൻ പറ്റുമോ ഡോക്ടറെ? എടോ, അതിനാണെങ്കിൽ താൻ വല്ല വെറ്റിനറി ഹോസ്പിറ്റലിലും പോ. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ തൻ്റെ ഒരു കുര. താൻ പോയിട്ട് ഒരു 11 മണിക്ക് വാ, ശരിയാക്കാം. ഇവിടെ എപ്പോൾ വന്നാലും ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ വാ. പോയിട്ട് പിന്നെ വരാം. ഇവനൊക്കെ ചുമപ്പൊടി വാങ്ങാനാണ് കെട്ടിക്കേറി വരുന്നത്. ചുമപ്പൊടി വാങ്ങിക്കൊണ്ടങ്ങ് പോയാ പോരെ. ഇപ്പോൾ മറ്റേ നിയമമില്ലേ? കൊടിയ രോഗിയാണെങ്കിലും ആപാത ചൂട് അളന്ന് ശ്വാസവും ഹൃദയതാളവും തിട്ടപ്പെടുത്തി കമ്പ്യൂട്ടറിലാക്കി സ്പ്രെഡ്ഷീറ്റിലാക്കി റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഓട്ടോപ്സി കൂടി രേഖപ്പെടുത്തണ്ടേ മാഡം? നമുക്ക് എന്തായാലും അവാർഡൊക്കെ വാങ്ങാനുള്ളതല്ലേ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അസസിൻ ടീം വരും മുമ്പ് ട്രെയിനിങ് ഹാൾ തയ്യാറാക്ക്. മാഡം, പേയ്മെന്റ് വിട്ടോ എന്ന് വിജനൌഷധിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അയ്യോ, പഞ്ചായത്തിലേക്കൊന്ന് വിളിക്കട്ടെ. ഹലോ സാറേ, ഒരു 20 ലക്ഷം രൂപയുടെ റിക്വസിഷൻ ഇട്ടിരുന്നു. ആണോ? ഏതിലാ വിട്ടേ? സാഖ്യയിലാ സാറേ ചെയ്തത്. ഇപ്പൊ സാഖ്യ അല്ലല്ലോ, കേസ് മാറ്റല്ലേ. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ കേസ് മാറ്റിലാണ് വിട്ടത്. ആണോ? എങ്കിലേ ഞാനത് പാസ്സാക്കിയേക്കാം കേട്ടോ. അല്ല, ഇത് ഏതാ ഈ പുതിയ സാധനം കേസ് മാർട്ട്? മാഡം, ഇനി മുതൽ കേസ് സ്മാർട്ടാണ് താരം. ശരി, എല്ലാവരും വരൂ. ഡോക്ടറെ, കുട്ടാ,
ചക്കരേ, ഓ ഇങ്ങ് വാ മോനെ. നിങ്ങൾ ഭാഗ്യവാനാണ്. ആണോ? ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളുടെ ഈ സ്ഥാപനം ഉടനെ തന്നെ NACL അക്രഡിറ്റേഷൻ കിട്ടി കൽപ്പകവാടി അവാർഡ് വാങ്ങും. ഓ അത് കഴിഞ്ഞാൽ പിന്നെ താനൊക്കെ ആരാ? ആരാ? കേരളത്തിന്റെ ബെസ്റ്റ് വൈദ്യശാലയിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന ബെസ്റ്റ് രോഗിയല്ലേ? ഓ നാണം നോക്കിയാണ്. പോയിട്ട് 12 മണിക്ക് മുമ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഓ അപ്പൊ പോയിട്ട് വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വരും. വെറും ഒരു ചുമരോഗിയായ എന്നെ ഇവര് ക്ഷയരോഗിയാക്കാണ്ടിരുന്നാ മതി. Come on guys, align for training. അവാർഡ് വാങ്ങാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഹൈജീനാണ്. ഇവിടെ വരുന്ന അസസർ നിങ്ങളോട് ഓരോരുത്തരോടും മാറി മാറി ചോദിക്കും, ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ബയോ വേസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന്. നിങ്ങൾ അവരോട് പറയണം, ഇല്ല സർ, ഇവിടെ വേസ്റ്റ് ഇല്ല സർ. അതുപോലെ PTS പങ്കജ ചേച്ചി. എന്താ മാഡം? ഹൈജീൻ, ഡിസ്ഇൻഫെക്ഷൻ, ആന്റി മൈക്രോബിയൽ, ഇതാണ് നമ്മുടെ അവാർഡിന്റെ ത്രയോപസ്തംഭങ്ങൾ. ലായനി ഉണ്ടാക്കാൻ പഠിക്കാം. ഈ 10 പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ ചേച്ചി സൂക്ഷിച്ച് വെക്കണം. ആദ്യം തിയറി പഠിക്കാം, അത് കഴിഞ്ഞ് കലക്കൽ. ഒരു പലം ബ്ലീച്ചിങ് പൗഡർ 16 ഇരട്ടി വെള്ളത്തിൽ വെച്ച് 4-1 അല്ല, അത് വേറെ എന്തോ ആണല്ലോ. അത് വേ, ഇത് റേ. നമുക്ക് കൈ കഴുകാൻ പഠിക്കാം. ഫാക്കൽറ്റിയെ കുറിച്ച് 2 വാക്ക് പറയാൻ മൾട്ടിപർപ്പസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മാടമ്പള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിലെ ആശയായ ശോശാമ്പയെ എൻ്റെ ഹൃദയം കൊണ്ട് കൈകഴുകൾ പഠിപ്പിക്കുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അണ്ണാ, എന്തിനണ്ണാ നിങ്ങൾ എന്നെ പറ്റി പറയണത്? എല്ലാരും മുന്നോട്ട് വരീ, നിരന്നങ്ങോട്ട് നിന്നാണ്. നിങ്ങളെല്ലാം ഡോക്ടർമാരാണ്. നിങ്ങൾക്കിത് അറിയാത്തത് കൊണ്ടും നമുക്കിത് അറിയാവുന്നത് കൊണ്ടുമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇത് പിള്ളേര് വിളയാട്ടല്ല, ശാസ്ത്രീയമായി ഞാൻ പറയണത് വ്യക്തമായിട്ട് നിങ്ങൾ നേറ്റ് പറയണം. നിങ്ങളുടെ നാട്ടിലൊക്കെ കൈകഴുകൽ എങ്ങനെ? നിങ്ങളുടെ നാട്ടിലൊക്കെ കൈകഴുകൽ എങ്ങനെ? കൈകഴുകൽ ഇങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ. കൈകഴുകൽ ഇങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ. പിന്നെ നമ്മുടെ പുതിയ ലേപന ചൂർണം പൊട്ടിച്ചപ്പോൾ കിട്ടിയ ബ്ലേഡിന്റെ കഷ്ണം അടുക്കള ഉപകരണ രജിസ്റ്ററിൽ കയറ്റി ഐറ്റംസ് റിസീവ്ഡ് ഇൻ ഗുഡ് കണ്ടീഷൻ എന്ന സർട്ടിഫിക്കറ്റ് എഴുതി PPMന് അയക്കണം. ഇനി പാക്കറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയ ചെള്ളികളെ പിടിച്ച് ശിക്ഷിക്കണം. അവന്മാരെ സ്ഥാപനത്തിന് ചുറ്റും പല സ്ഥലങ്ങളിലായി പിടിച്ച് നിർത്തണം. ബാക്ടീരിയ, ഫംഗസ്, ഒരുത്തന് ഈ ചെള്ളികളെ കണ്ടാൽ അകത്തേക്ക് വരില്ല. ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഷോ, ഇതിനേക്കാളും നല്ലത് ആ അപരാജിതയിട്ട് പുകച്ചിട്ടങ്ങ് പോയാ പോരായിരുന്നോ? എൻ്റെ കുസുമം എൻ്റെ നമ്പറായോ? എന്തുവാടോ, തന്നോടല്ലേ പറഞ്ഞത് എന്റെ കുസുമോ ഒന്ന് വിളിക്കരുതെന്ന്? ഞാൻ തന്റെ മാത്രം കുസുമോ അല്ല, ഞാൻ എല്ലാ രോഗികളുടെയും കുസുമമാണ്. അതെ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ ചില സമയനിഷ്ഠയൊക്കെ ഉണ്ട്. 12 മണി കഴിഞ്ഞാൽ ഹൗസ് സർജൻ നോക്കും. ആ 2-ാം നമ്പർ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലൂ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ. മാഡം, ഇന്നല്ലേ തൂക്കം? അതേത് ചിങ്ങമാസമല്ലേ? മീനത്തിലല്ലേ കൊല്ലംകോട് തൂക്കം? അതല്ല മാഡം, ത്രാസും പടി മുദ്ര വെച്ച് തൂക്കുന്ന പരിപാടിയില്ലേ അത്. ഓ അതാണോ? അതൊരു കാര്യം ചെയ്യാം, അവർക്കൊരു കത്തയക്കാം. ഈ ത്രാസും പടിയും ഒക്കെ ഏലിക്കാരൻ്റെ ഉപയോഗശൂന്യമാണെന്നും അളവ് തൂക്കത്തിനായി നമുക്ക് യവപ്രമാണം, പലം, വടകം, കാഴി, സാരി, തേരി, മേരി ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞൊരു കത്തയക്കാം. അങ്ങനെയോ? ശരി മാഡം.
എന്നാൽ പിന്നെ നമുക്ക് ട്രെയിനിങ് തുടരാം. കലക്കലും കഴുകലും ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി ക്ലീനിങ്. PTS പങ്കജ ചേച്ചി. എന്താ മാഡം? ഈ ബക്കറ്റിൽ ജലമുണ്ട്, ജലമില്ലെങ്കിൽ അഴുക്കുണ്ട്, അഴുക്കില്ലെങ്കിൽ ഡിറ്റർജന്റ്. മാഡം, ഈ മൂന്നും കൂടെ ഒരു ബക്കറ്റിൽ കിട്ടുമോ മാഡം? മാഡം, ഈ അസൈനർ വരുമ്പം ക്ലീൻ ചെയ്ത് കാണിക്കണോ മാഡം? പങ്കജം, അസൈനാർ അല്ല, അർസസർ അല്ല, അസസർ. അതൊന്നും വേണ്ട. നിങ്ങൾ പണ്ട് വാർക്കപ്പണിക്ക് മക്കാടായി പോയിട്ടില്ലേ? അത് മനസ്സിൽ വെച്ച് ഈ 2 വശത്തു നിന്നും ഇങ്ങനെ നടുക്കോട്ട് കൊണ്ടുവരണം. എന്നിട്ടിതാ ഈ 2 വശത്തു നിന്നും ഇങ്ങനെ നടുക്കോട്ട് കൊണ്ടുവരണം. അപ്പൊ നടുക്ക് അഴുക്കാവില്ലേ മാഡം? അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ബയോ ബിന്നെടുത്ത് അതിൻ്റെ പുറത്ത് വെക്ക്. ആരും കാണണ്ട. വരൂ സാർ, അകത്തോട്ടിരിക്കാം. ഞാൻ അവിടെ ഇരിക്കാനും ചിരിക്കാനും വന്നതൊന്നുമല്ല. ആരും എന്നെ ഇരുത്താനും നോക്കണ്ട. ഞാൻ ഇവിടെ മൊത്തം ഒന്ന് അരിച്ചു പറക്കി നോക്കട്ടെ. ഏത് തരത്തിലുള്ള ബാക്ടീരിയയും ഒറ്റ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കും. ഇവിടെ തന്നെ ഇപ്പോൾ നോക്കൂ, ഒരു ബാക്ടീരിയ കാണുന്നില്ലേ? അവൻ്റെ പേര് കഷായ ചണ്ടിയാലിസ് ഡിസ്പെൻസറിയാലിസ് എന്നാണ്. പ്രത്യേക ഏരിയകളിലാണ് കാണുന്നത്. അതായത് ജലത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവൻ ധാരാളമായി കാണാറുണ്ട്. അതിന് ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ആ മോപ്പെടുത്ത് ഒന്ന് നനച്ച് തുടച്ചു കൊടുത്താൽ അവനങ്ങ് ചത്തു വെക്കും. സർ, ഞങ്ങൾ സ്പെഷ്യൽ OP തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്ന് നോക്കിയിട്ട് പോയാലോ? നിങ്ങളെ സ്പെഷ്യൽ OPയോ എന്തോപ്പിയോ ആണെങ്കിലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഞാൻ വൃത്തി മാത്രമേ നോക്കൂ. ആഹാ, നല്ല പ്രമാദமான ബാത്റൂം, നല്ല അരുമயான കുളി. ഈ എക്കോ ഫ്രണ്ട്ലി ബാത്റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. സാർ, അത് ബാത്റൂം അല്ല, കണ്ടം ചെയ്ത സാധനങ്ങൾ ഇടുന്ന മുറിയാ. മുകളിലെ വാട്ടർ ടാങ്ക് ചോർന്നൊലിക്കുന്നതാ. അല്ല, കുട്ടിയുടെ പേരെന്താണ്? കുസുമം. അയാൾ പോണെങ്കിൽ പോട്ടെ. നമുക്ക് വനിതാ ജംഗ്ഷനുള്ള പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാം. കം ഓൺ ഗൈസ്. മാഡം, ആ ചുമരോഗി ബാത്റൂമിൽ കയറുന്നു ഇറങ്ങുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആട്ടെ, അയാളെ ഹൗസ് സർജനല്ലേ നോക്കിയത്? ദൈവമേ, അതുള്ളത് കൊണ്ടാണ് എല്ലാം നടന്നു പോകുന്നത്. കുട്ടാ, ഷൈനു, ഷൈ. എന്താ മാഡം? നീ ആ ചുമരോഗിക്ക് എന്ത് മരുന്നാണ് കൊടുത്തത്? ചുമയ്ക്ക് താലീസാദി അല്ലാതെ എന്ത് മരുന്നാ മാഡം നമുക്കുള്ളത്? ആരാ മരുന്ന് കൊടുത്തത്? അത് ബാക്കി എല്ലാവരും അക്സസറീസിന്റെ പുറകിലല്ലായിരുന്നു. അക്സസറിന്റെ? അത് തന്നെ. അപ്പോൾ പങ്കജം ചേച്ചിയാ കൊടുത്തത്. PTS പങ്കജം ചേച്ചി. എന്താ മാഡം? എന്ത് പൊടിയാണ് അയാൾക്ക് കൊടുത്തത്? നമ്മളെ ആ ചുമക്കൊക്കെ കൊടുക്കുന്ന ഒരു വെളുത്ത പൊടിയില്ലേ, അത്. ആ പൊടിയൊന്ന് കാണിച്ചാട്ടെ. എന്റെ അമ്മ,
മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു. ഓ അയ്യോ എൻ്റെ ഡോക്ടറേ. ആ രാജു, ചുമ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു ഡോക്ടറെ, വയറ്റിലെ അവസാനത്തെ അവയവും കക്കൂസി വീണെന്നാ തോന്നുന്നേ. നോട്ടി രാജു, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ആയുർവേദത്തിൽ എല്ലാ രോഗത്തിനും പ്രഥമേ ശോധനം കുര്യാത് എന്ന് പറയും. ആദ്യം ദോഷങ്ങളെ ഇളക്കി സർവദ്വാരങ്ങളും വഴി പുറത്ത് കളയും. നിങ്ങളുടെ കഫമൊക്കെ അതോ മാർഗം വഴി പുറത്തു പോയി. നിങ്ങൾ സന്തുഷ്ടവാനാകേണ്ടതല്ലേ? പഞ്ചശോധനയിൽ ബാക്കി 4 പുറകെയുണ്ട്. ബി പ്രിപ്പയർഡ്. എന്നാലും എൻ്റെ കുസുമം. മാഡം, മെയിൽ വന്നു. നമുക്കാണ് NACL കൽപ്പകവാടി അവാർഡ്. JD മാടമ്പള്ളി ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ കൽപ്പകവാടി അവാർഡ് കണ്ടക്ടഡ് ബൈ നാഷണൽ വൈദ്യ മിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് ഗവൺമെന്റ് ഓഫ് കേരള. മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ. നീ പോരിക്കടാ. എമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. നടൻ പതി പങ്കുതി കൊണ്ടാട്ടമാണിന്നടാ. എമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. വാർത്തകൾ തുടരുന്നു. കൽപ്പകവാടി അവാർഡിന് JD മാടമ്പള്ളി അർഹത നേടി. മികച്ച ചികിത്സയും സ്ഥാപനത്തിന്റെ വൃത്തിയും വെടിപ്പും കണക്കിലെടുത്ത് 10ൽ 9.999 മാർക്ക് നേടിയാണ് ഈ സ്ഥാപനം അവാർഡ് ഒപ്പിച്ചെടുത്തത്. സ്ഥാപനത്തിന്റെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് ഇതുവരെ എത്തിച്ച ഡോക്ടറിന്റെ തത്സമയ ബൈറ്റിനു വേണ്ടി വൈദ്യവിഷൻ. സാങ്കേതിക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. കൽപ്പകവാടി അവാർഡ് 2ാം സ്ഥാനത്തിന് അർഹത നേടിയ JD കണിമംഗലത്തിലെ മെഡിക്കൽ ഓഫീസറുടെ വിഷ്വലിലേക്ക് നമുക്ക് പോകാം. കടലിനക്കരയക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമാവിടെ കഥനക്കടലിൻ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമാ. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്ത. മാടമ്പള്ളി JDക്ക് അവാർഡ് നേടിക്കൊടുത്ത ഡോക്ടറുടെ വീട് പോലീസ് സീൽ ചെയ്തു. വീടും പരിസരവും വൃത്തിയാക്കാതെ മാലിന്യ കൂമ്പാരം അടിഞ്ഞുകൂടിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് മാടമ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. കൽപ്പകവാടി അവാർഡിനു വേണ്ടി ആവേശം മൂത്ത് പരിശ്രമിച്ചു തുടങ്ങിയത് മുതൽ വീട്ടുകാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല എന്ന് കുട്ടികൾ മൊഴി നൽകി. കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴിനായാടിയ കാഹളമോ. കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴിനായാടിയ. വീണ്ടും ചില വാർത്തകളുമായി കണ്ടുമുട്ടാം. വൈദ്യവിഷനു വേണ്ടി വാർത്തകൾ വായിച്ചത് മരുതകമണി.